സ്വാമി സന്ദീപാനന്ദഗിരിയിലേക്ക്. കാരണം ഇന്ന് മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത മുഖാമുഖ പരിപാടിയിൽ, തിരുവനന്തപുരം ജില്ലയിലെ മുഖാമുഖ പരിപാടിയിൽ അദ്ദേഹം രാവിലെ പങ്കെടുത്തിരുന്നു. അതുകൊണ്ട് തന്നെ ആദ്യം തങ്ങളുടെ ഒരു അനുഭവത്തെക്കുറിച്ച് അറിയാനാണ് ആഗ്രഹിക്കുന്നത്. മുഖ്യമന്ത്രി ഇന്ന് സംസാരിച്ചതിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഈ പ്രോഗ്രസ് റിപ്പോർട്ടിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞ ചില ഭാഗങ്ങളാണ് സ്വാമി നമ്മൾ ആദ്യം കേട്ടത്. ഇതൊരു പുതിയ സമ്പ്രദായമാണ്. പാർലമെൻ്ററി ജനാധിപത്യത്തിൽ ഇന്ത്യയിലെ ഒരു സംസ്ഥാനവും നാളിതുവരെ ചെയ്യാത്തതായിട്ടുള്ള ഒരു മാതൃകാ പുതിയ രീതിയാണ്, സമ്പ്രദായമാണ് കേരളം മുന്നോട്ട് വെച്ചത്. ഒരു മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ പ്രവർത്തന കാലയളവായിട്ടുള്ള 9 വർഷവും അതാത് വാർഷിക വേളയിൽ എല്ലാ മെയ് മാസക്കാലവും കടന്നുപോയ ഒരു വർഷക്കാലം എന്തു ചെയ്തു, അതിനാധാരമായി തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ ജനങ്ങളോട് പറഞ്ഞത് എന്താണ്, അതിൻ്റെ ഓരോന്നിൻ്റെയും പ്രോഗ്രസ് എവിടം വരെയാണ്, എത്രമാത്രം പൂർത്തീകരിച്ചു, ഇനി എത്ര പൂർത്തീകരിക്കാനുണ്ട്, അങ്ങനെ പറഞ്ഞു പോകുന്നതിൻ്റെ ഒരു സവിശേഷമായ കേരള അനുഭവമാണ് മുഖ്യമന്ത്രി പറഞ്ഞു വെച്ചത്. അത് എത്രമാത്രം താങ്കളുടെ ഒരു അനുഭവത്തിൽ ഇന്ന് അവിടെ അദ്ദേഹത്തിനോടൊപ്പം മുഖ്യമന്ത്രിക്കൊപ്പം ആ പരിപാടിയിൽ പങ്കെടുത്തപ്പോൾ ബോധ്യപ്പെട്ടു താങ്കളെ സംബന്ധിച്ച്? ശരത്ത്, വളരെ സന്തോഷവും ഒരു മലയാളി എന്നതിൽ വളരെ അഭിമാനവും ഉണ്ടായിരുന്നു. നമുക്ക് മാത്രമല്ല, അതിൽ പങ്കെടുത്തവർക്കും ആ പരിപാടി ദൂരെ നിന്ന് വീക്ഷിച്ചിട്ടുള്ളവർക്കും ഒക്കെ മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. ഒന്ന്, നമുക്ക് ആദ്യത്തെ ഒരു ആ മൊത്തത്തിലുള്ള ആളുകളുടെ ഒരു പല തുറയിലുള്ള ആളുകൾ വന്ന് ഓരോന്ന് പറയുമ്പോഴും അവരുടെ ആവശ്യമായിട്ട് പറയുന്ന സമയത്തൊക്കെ ഈ കേരളത്തിന് നമുക്കൊരു നാഥനുണ്ട് എന്നുള്ള ഒരു പറയാൻ ഒരാളുണ്ട്, അത് സശ്രദ്ധം കേൾക്കും, ഞാൻ ആരോട് പറയുന്നു അത് കേൾക്കുന്ന ഒരാളുണ്ട് എന്നുള്ളതാണ്. മഹാഭാരതത്തിൽ പറയുന്ന ഒരു കാര്യം യോജക തത്ര ദുർലഭാഹ എന്നാണ്. ഇതൊക്കെ യോജിപ്പിക്കുന്നവരുടെ ഒരു ദൗർലഭ്യം, അതാണ് ഏറ്റവും പ്രധാനം എന്നാണ്. അത് ഉണ്ടാകുന്നില്ല എന്നുള്ള. ഇവിടെ ഇതിനെയെല്ലാം കൃത്യമായി യോജിപ്പിക്കാൻ ഒരു ഭരണാധികാരിയുടെ ഭരണ മികവ് ജനം മനസ്സിലാക്കുക. പ്രതിസന്ധികളിൽ ഭരണാധികാരി എങ്ങനെ ജനങ്ങളോട് പ്രതികരിക്കുന്നു, അല്ലെങ്കിൽ ആ പ്രതിസന്ധികളെ എങ്ങനെയാണ് തരണം ചെയ്യുന്നത്, അതിന് ജനങ്ങൾ എന്ത് സ്വീകരിക്കണം എന്നൊക്കെ ഉള്ളത് പറയുന്നതാണ്. അപ്പോൾ ഇന്ന് ശരത്ത് അവിടെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇന്ന് നമുക്ക് എത്രയോ പ്രായമുള്ളവർ, വലിയ വലിയ നമ്മുടെ അടൂർ ഗോപാലകൃഷ്ണൻ മുതലായിട്ടുള്ള അത്രയും എന്താ പറയുക, വലിയ ലോകത്തിൽ ശ്രദ്ധയെ ആകർഷിച്ചിട്ടുള്ള പല തുറയിലുള്ള ആളുകൾ, സിനിമാ മേഖല മാത്രമല്ല വിദ്യാഭ്യാസ മേഖലയും കർഷകരും എല്ലാവരും അടങ്ങിയിട്ടുള്ള ഒരു കോറമായിരുന്നു, ഒരു ഫോറമായിരുന്നു. ഇപ്പോൾ നമ്മളൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ മല്ലിക സുകുമാരൻ, മല്ലിക ചേച്ചി ഇന്ന് അവിടെ സംസാരിച്ചത് അവർക്ക് വേണ്ടിയിട്ടുള്ളൊരു കാര്യമല്ല. അതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. അവർ ഒരു നേഴ്സിങ്ങിൽ കുറേ കാലം നേഴ്സായിട്ട് വർക്ക് ചെയ്തിട്ടുള്ള ഒരു സ്ത്രീ, ഒരു നേഴ്സ്, മെയിൽ ഓർ ഫീമെയിൽ, അവരൊരു 15 വർഷമോ 20 വർഷമോ ഒക്കെ ജോലി കഴിഞ്ഞ് പിന്നീട് അവർക്കുണ്ടാകുന്ന ശാരീരിക ബുദ്ധിമുട്ടുകൾക്ക് ചികിത്സയുമായി ബന്ധപ്പെട്ട് സർക്കാർ എന്തെങ്കിലും ചെയ്ത് കൊടുക്കാമോ എന്നുള്ള അവരുടെ ഒരു ചോദ്യം. അവർ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളോ മറ്റു കാര്യങ്ങളോ അല്ല. അതിനെത്ര മനോഹരമായിട്ടാണ് മുഖ്യമന്ത്രി മറുപടി കൊടുത്തത് എന്നുള്ളതാണ്. അപ്പോൾ ചില കാര്യങ്ങൾ ചെയ്യേണ്ടത് എങ്ങനെയാണ്, അതിൽ ഇവിടെ നിന്ന് ഞാൻ ഇപ്പോൾ മറുപടി പറയുന്നതിൻ്റെ എന്താണ് അതിൻ്റെ പരിമിതികൾ, ഇതെല്ലാം എല്ലാവരെയും കേട്ട് നമ്മളും ഒരു വളരെ പ്രധാനപ്പെട്ടൊരു ചോദ്യം ചോദിച്ചിരുന്നു. അതിന് എല്ലാവർക്കും കൃത്യമായ മറുപടികൾ കൊടുക്കുകയും, പിന്നെ നമ്മളിതിൻ്റെ റിസൾട്ട് കാസർഗോഡ് മുതൽ ഈ തിരുവനന്തപുരം വരെ നമ്മൾ ഒരുപാട് യാത്ര ചെയ്യുന്ന ആളാണ്, നമ്മുടെ കേരളത്തിലുടനീളവും അതുപോലെ തന്നെ ഇവിടെയും. ഇപ്പോൾ ഞങ്ങളൊരു ചെറിയ ഗ്രൂപ്പുമായിട്ട് കണ്ണൂരൊക്കെ പോയി വന്നതേ ഉള്ളൂ കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ്. അവർക്കൊക്കെ ഉള്ള അഭിപ്രായം അതാണ്, നമ്മുടെ നാട് മാറിയതിനെക്കുറിച്ച് ഒരുപാട് മാറ്റം, വളരെ പോസിറ്റീവായിട്ടുള്ളത്. അപ്പോൾ അത് മാത്രമല്ല, ജനാധിപത്യം എന്ന് നമുക്ക് ഇപ്പോൾ അത് അനുഭവിക്കാൻ സാധിക്കുന്നു. ജനങ്ങളെ കേൾക്കുന്നു, എന്തൊക്കെയാണോ ഞങ്ങൾ മുമ്പ് നിങ്ങളുടെ കേട്ടിട്ട് അത് നടത്തിയിട്ടുള്ളത് അത് പറയുന്നു, എന്നിട്ട് വീണ്ടും കേൾക്കാൻ തയ്യാറാകുന്നു. അതൊരു വളരെ ലോകത്തിൽ ആദ്യത്തേത് എന്ന് തന്നെ വിശേഷിപ്പിക്കുക, അതിൽ തർക്കമില്ല. ഞാൻ ഇത്രയും പറഞ്ഞതുകൊണ്ട് സ്വാമി ഇന്ന് അവിടെ ചോദിച്ച ചോദ്യം എന്തായിരുന്നു, മുഖ്യമന്ത്രിയുടെ മറുപടി എന്തായിരുന്നു? അതായത് നമുക്കിന്ന് ഈ തെരുവ് നായ്ക്കൾ വലിയൊരു പ്രശ്നമാണ്. പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ പറഞ്ഞത് അദ്ദേഹത്തോട്, അദ്ദേഹം ഈ ലോക്ക്ഡൗൺ കാലത്ത് തെരുവ് നായ്ക്കൾ ഭക്ഷണമില്ലാതെ അലയുന്ന ഒരു ദുരവസ്ഥയും കൂടെ ഉണ്ടായിരുന്നു. അതിനെ അദ്ദേഹം നമ്മളോടൊക്കെ പറഞ്ഞിരുന്നു, നിങ്ങൾ അതിൻ്റെ കാര്യവും കൂടെ ഒന്ന് ശ്രദ്ധിക്കണേ,
അതിനുള്ള ഭക്ഷണം ഈ സമയത്ത് നമ്മുടെയൊക്കെ കാര്യമാണെങ്കിലും. അപ്പോൾ ഒരു തെരുവിൽ കഴിയുന്ന നായയുടെ ജീവനും അതിൻ്റെ നിലനിൽപ്പിനും വേണ്ടുന്നത് കരുതാൻ പറയുന്ന ആ ഒരു കരുതലുണ്ട്. നമ്മളത് അദ്ദേഹം എടുത്തു പറഞ്ഞു. അതുകൊണ്ട് ഈ തെരുവ് നായ്ക്കളെ, കേരളത്തിലെ മുഴുവൻ തെരുവ് നായ്ക്കളെ, ഓരോരോ നായ്ക്കളെയായിട്ട് സ്പോൺസർ ചെയ്യാനുള്ള മുഖ്യമന്ത്രി ഒന്ന് ആവശ്യപ്പെട്ടാൽ മാത്രം മതി, ആളുകൾ അതിന് തയ്യാറാവും. അതിനുള്ള നല്ല ഷെൽട്ടറുകൾ, അതിന് നമ്മൾ പറഞ്ഞത് നമുക്ക് വെറുതെ ഈ ഉപയോഗശൂന്യമായ ഈ ജല അതോറിറ്റിയുടെയൊക്കെ വലിയ വലിയ പൈപ്പുകളൊക്കെ ഉണ്ട്, സിമെൻറ്റ് പൈപ്പും അങ്ങനെയുള്ള പൈപ്പുകളൊക്കെ, ഇതിൻ്റെ ഉള്ളിലാണ് ഇതിൻ്റെ സഹവാസം. അപ്പോൾ ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു ഒഴിഞ്ഞ സ്ഥലത്ത് നമ്മൾ ഇതൊക്കെ അതിന് പ്രത്യേകം ഇത് ഷെൽട്ടറൊന്നും ഉണ്ടാക്കേണ്ടതില്ല. ഇങ്ങനെയുള്ള ഈ പൈപ്പ് കുഴലൊക്കെ ഇട്ട് കൊടുത്താൽ അവന്മാർ അതിൻ്റെ ഉള്ളിൽ ഇതാവും. മാത്രമല്ല ഈ പുലിയും നരിയും ഒക്കെ ഇറങ്ങുന്നതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ CM-നോട് നമ്മൾ ഇറങ്ങി വന്നപ്പോൾ പറഞ്ഞു, കാരണം ഈ നായയെ ഭയങ്കര ഇഷ്ടമാണ് ഈ പുലിക്കും നരിക്കും ഒക്കെ. അപ്പോൾ അവന്മാരെ പിടിക്കാനാണ് ശരിക്കും പറഞ്ഞത്. ഇവർ ഇറങ്ങിക്കഴിഞ്ഞാൽ അവന്മാരൊക്കെ ഓടി ഒളിക്കും. അപ്പോൾ ഇതിന് എന്തെങ്കിലും ഒരു സംവിധാനം വളരെ പോസിറ്റീവായിട്ട് മുഖ്യമന്ത്രി ആ ഷെൽട്ടർ എന്നുള്ളതും സ്പോൺസർഷിപ്പ് തീർച്ചയായിട്ടും അത് സാധ്യമാണ് എന്നതും വളരെ പോസിറ്റീവായിട്ടാണ്. നമ്മുടെ കാര്യത്തിൽ ചോദ്യത്തിന് മാത്രമല്ല എല്ലാ ചോദ്യങ്ങൾക്കും കൃത്യം അതന്നെ നമ്മൾ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ ഇങ്ങനെ ഇരുന്ന് പേന കൊണ്ട് നോട്ട് ചെയ്തെടുത്ത് ഇത്രയും ആളുകൾക്ക് ഒരെണ്ണം പോലും വിട്ടുപോവാതെ കൃത്യമായി മുഖ്യമന്ത്രി മറുപടി പറഞ്ഞു എന്നുള്ളത് തന്നെ അത്ഭുതപ്പെടുത്തുന്നതാണ്. TK നായർ നമ്മുടെ കൂടെ, അദ്ദേഹത്തെ വീട്ടിൽ നിന്ന് നമ്മളായിരുന്നു അങ്ങോട്ടേക്ക് കൊണ്ടുവന്നതും തിരിച്ചും ഞങ്ങൾ. TK നായർ ഒരുപാട് പ്രധാനമന്ത്രിമാരുടെ കൂടെയും പലരുടെ കൂടെ ഇരുന്നിട്ടുള്ളതാണ്. അദ്ദേഹവും ചിലത് താരതമ്യം ചെയ്തു മുഖ്യമന്ത്രിയെക്കുറിച്ച്. വളരെ കൃത്യമായ ഒരു IAS ഓഫീസർ എന്നുള്ള നിലയിൽ ആ നിലയിൽ അദ്ദേഹം പറഞ്ഞത് എങ്ങനെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രവർത്തിക്കുന്നത് എന്നുള്ളത് നമുക്ക് കേട്ടപ്പോൾ നമ്മുടെ മുഖ്യമന്ത്രിയെക്കുറിച്ച് ഈ ലെവലിലുള്ള ആളുകൾ വേറെ എന്തെങ്കിലും പറയുന്നതല്ലല്ലോ. അതുകൊണ്ടാണ് നമ്മുടെ അതെ, അദ്ദേഹം ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ ഒപ്പം പ്രവർത്തിച്ചയാളാണ്. അതെ, അദ്ദേഹം പറഞ്ഞു, ഞാൻ ഉമ്മൻചാണ്ടിയോട് പറഞ്ഞിട്ട് നടക്കാത്ത കാര്യം അദ്ദേഹം അങ്ങനെ തന്നെ നമ്മളോട് പറഞ്ഞു, ആ കാര്യത്തെക്കുറിച്ച് പറഞ്ഞു. അദ്ദേഹം അത് ചെവിക്കൊണ്ടു, അദ്ദേഹം അത് നടപ്പാക്കി എന്ന്. ഇന്നത്തെ കാര്യമാണോ? ഇന്ന് നിങ്ങൾ തമ്മിൽ സംസാരിച്ചപ്പോൾ അദ്ദേഹം പങ്കുവെച്ച ഒരു അനുഭവമാണോ അത്? അതെ അതെ അതെ, TK നായർ പറഞ്ഞ അനുഭവമാണ്. അദ്ദേഹത്തെ ഇത്രയും വലിയ എന്താ പറയുക കപ്പാസിറ്റിയുള്ള ഒരാൾ, അദ്ദേഹം അത്രയും എന്താ പറയുക ഇത്തരം കാര്യങ്ങൾ നടത്തിയെടുക്കുന്നത്, അസാധ്യം എന്നതിനെ സുസാധ്യമാക്കുന്ന കല, അസാധ്യം എന്നത് സുസാധ്യമാക്കുന്ന ഒരു കലയുടെ ഉപജ്ഞാതാവ് എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം. നമ്മളൊക്കെ അസാധ്യം എന്ന് കരുതിയിരുന്നതിനെ സുസാധ്യമാക്കി എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ മലയാളികളെല്ലാം തന്നെ രാഷ്ട്രീയത്തിനപ്പുറത്ത്, ഇന്ന് നമ്മളവിടെ കണ്ട കാഴ്ച അതാണ്, രാഷ്ട്രീയത്തിനപ്പുറത്തുള്ള വളരെ അദ്ദേഹത്തോട് സ്നേഹത്തോടു കൂടി നന്ദി പറയുന്നതും എല്ലാവരിലും ചിരി ഉണർത്തിയിട്ടുണ്ട്. എനിക്ക് ഇന്നതൊക്കെ കിട്ടി, ഇനി എന്താണ് കിട്ടുക എന്ന് എല്ലാവരും ചിരിക്കുമ്പോഴും മുഖ്യമന്ത്രി അത് കാരണം ഇനിയും തരാൻ തന്നെയാണ്. അതെ, എനിക്ക് ലൈഫിൽ വീട് കിട്ടി, ഇനി എന്താണ് എനിക്ക് ആനുകൂല്യം ലഭിക്കുക എന്ന ഒരു ചോദ്യമായിരുന്നു അതുമായി ബന്ധപ്പെട്ട് വന്നത്. അവിടെ സമൂഹത്തിൻ്റെ നാനാ തുറകളിൽപ്പെട്ട മനുഷ്യരാണ്, വ്യത്യസ്തരായ മനുഷ്യരാണ്, ജീവിതത്തിൻ്റെ പല അനുഭവങ്ങളിൽ നിന്ന് ആ അനുഭവവും പേറി ജീവിക്കുന്ന മനുഷ്യരാണ് വന്നിട്ടുള്ളത്. K-സ്റ്റോർ, ഇപ്പോൾ K-സ്റ്റോറിലൂടെ പലവ്യഞ്ജനങ്ങൾ, ഒരു സ്ത്രീയുടെ ചോദ്യം അതായിരുന്നു, K-സ്റ്റോറിൽ പലവ്യഞ്ജനങ്ങൾ ഇപ്പോൾ കൊടുത്തു തുടങ്ങിയിട്ടുണ്ട്, അത് വ്യാപകമായി എല്ലാ ഗ്രാമങ്ങളിലേക്കും എത്തുന്ന വിധത്തിലേക്ക് മാറ്റാൻ കഴിയുമോ എന്നൊരു ചോദ്യം സ്വാമി ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഈ തെരുവുനായ പ്രശ്നം താങ്കൾ പറഞ്ഞപ്പോൾ അതിനകത്തൊരു ഗൗരവമായ വിഷയം മുഖ്യമന്ത്രി അവതരിപ്പിച്ചു. അത് സരസമായിട്ടാണ് അദ്ദേഹം പറഞ്ഞതെങ്കിലും, അതായത് തെരുവുനായകൾ അതിനെ വന്ധ്യംകരിച്ചുകൊണ്ട് അതിനെ നിയന്ത്രിക്കാൻ നമ്മൾ വളരെ പ്രധാനപ്പെട്ട സ്റ്റേറ്റ് ഒരു വലിയ പരിപാടിയുമായി മുന്നോട്ട് പോയപ്പോൾ കേന്ദ്രത്തിൻ്റെ പുതിയ വ്യവസ്ഥ വന്നു ഈ വന്ധ്യംകരണവുമായി ബന്ധപ്പെട്ടല്ലേ. ആ രീതിയിലല്ലേ അദ്ദേഹം അതടക്കം അവിടെ ഇരുന്ന ആളുകൾക്കെല്ലാം നമ്മൾ ഒരു രാജ്യമല്ല, ഒരു സംസ്ഥാനം മാത്രമാണ്, നമുക്കതിൻ്റേതായിട്ടുള്ള ഒരുപാട് പരിമിതികളുണ്ട്, അതുകൊണ്ട് തന്നെ പല വ്യവസ്ഥകളും പാലിക്കേണ്ടതായി വരും, വ്യവസ്ഥയും ചട്ടവും ചട്ടം തന്നെയാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ആ അനുഭവം മുഖ്യമന്ത്രി വിശദീകരിച്ചത് താങ്കളുടെ ചോദ്യത്തിലായിരുന്നു. അതെ അതെ, ഇത്രയും തെരുവ് നായ്ക്കളെ ഇത് ഓപ്പറേറ്റ് ചെയ്തവർക്ക് മാത്രമേ അതിന് ഉള്ള അധികാരമുള്ളൂ എന്ന് പറയുന്ന ഒരു പുതിയ നിയമത്തെക്കുറിച്ച് നമ്മൾ ബോധവാനാവുന്നത്
മുഖ്യമന്ത്രി ഇത് പറയുമ്പോഴാണ്. അതെ അതെ, അതൊരു വലിയ ഒരു പുതിയ അറിവായിരുന്നു. അതായത് ഈ തെരുവ് നായ്ക്കളെ വന്ധ്യംകരണം ചെയ്ത് അതിനെ ക്രമീകരിക്കാം എന്ന് തീരുമാനിച്ച് കേരളം അതിനുവേണ്ടി വെറ്റിനറി ഡോക്ടർമാരെ സജ്ജമാക്കി മുന്നോട്ട് പോകുമ്പോഴാണ് കേന്ദ്രത്തിൻ്റെ പുതിയ വ്യവസ്ഥ വരുന്നത്. അത് ചെയ്യുന്ന ഡോക്ടർമാരെ സംബന്ധിച്ച് വലിയ തോതിലുള്ള നിബന്ധനകൾ മുന്നോട്ട് വെച്ച് ഈ വന്ധ്യംകരണം മുന്നോട്ട് കൊണ്ടുപോകാൻ ആ പ്രോസസ്സിന്, ആ മിഷനെ തടയും വിധത്തിലേക്ക് അവർ എത്രമാത്രം അതിൽ എക്സ്പീരിയൻസ്ഡ് ആണ്, എത്രമാത്രം വന്ധ്യംകരണ ശസ്ത്രക്രിയകൾ ഇതിനോടകം നടത്തി കഴിഞ്ഞിരിക്കുന്നു. അദ്ദേഹം തന്നെ പറയുന്നത് അതത്ര ബുദ്ധിമുട്ടേറിയ പരിപാടിയൊന്നുമല്ല എന്ന് തന്നെയാണ് ഡോക്ടർമാർ പറയുന്നത്. പക്ഷേ എന്നാൽ പോലും ഈ എണ്ണം ചോദിക്കുന്നതോടുകൂടി വെറ്റിനറി ഡോക്ടർമാർക്ക് ആ എണ്ണം തികച്ചതായി കാട്ടാൻ കഴിയാത്ത വിധം ആ പ്രോസസ്സ് ആകെ ദുർബലപ്പെട്ടു പോകുന്നു കേന്ദ്രത്തിൻ്റെ ആ ഒരൊറ്റ വ്യവസ്ഥ കൊണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. താങ്കൾ പറഞ്ഞ പോലെ തന്നെ നമുക്കൊക്കെ അതൊരു പുതിയ അറിവായിരുന്നു ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്നുള്ളത്, അല്ലേ? അതെ അതെ അതെ. പിന്നെ പറഞ്ഞ തമാശയും ഞങ്ങൾ വണ്ടിയിൽ കുറേ നേരം അത് പറഞ്ഞ് ചിരിച്ചു. കാട്ടുപന്നിയെ വെളിച്ചെണ്ണയിൽ സംസ്കരിക്കണോ മണ്ണെണ്ണയിൽ സംസ്കരിക്കണോ? അതെ അതെ, അത് എന്താ പറയാ, അതെ, അത് വളരെ ഈ പറഞ്ഞ പോലെ വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട് കേരളത്തിൻ്റെ നമ്മൾ ഓർത്തത് ഞാൻ ആ കോട്ട് ചെയ്തത് ഞാനത് ഇവിടെ നോട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് അതിലെ ഒരു പ്രത്യേകതയുള്ള കാര്യം, ഈ വന്യജീവി ആക്രമണം തിരുവനന്തപുരം ജില്ലയ്ക്കും ഈ പറഞ്ഞതുപോലെ കിഴക്കൻ പ്രദേശങ്ങൾ, ഈ പറഞ്ഞ വനമേഖലയോട് ചേർന്ന ഒരുപാട് പ്രദേശങ്ങളുണ്ട്, ആദിവാസി കേന്ദ്രങ്ങളുണ്ട്, ഇവിടെ നിന്നെല്ലാം വന്ന ചോദ്യങ്ങളുണ്ട്. അപ്പോൾ അതിൽ ഈ കാട്ടുപന്നിയെ സംബന്ധിച്ച് പറയുമ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, കാട്ടുപന്നി എന്നുള്ളതൊക്കെ പണ്ട് നമ്മൾ കണ്ടിട്ടില്ലാത്ത ഒരു ജീവിയായിരുന്നു. ഇതിപ്പോൾ വനമില്ലാത്ത ആലപ്പുഴയിൽ പോലും കാട്ടുപന്നിയുടെ സാന്നിധ്യം എന്ന് അദ്ദേഹം സരസമായിട്ടാണെങ്കിലും അതൊരു യാഥാർത്ഥ്യമാണ്. നേരത്തെ തന്നെ അത് ആ നിലയിലൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അതിന് മറുപടി പറഞ്ഞൊരു കാട്ടുപന്നികളുടെ ശല്യത്തെക്കുറിച്ച് പറഞ്ഞത് ഞാൻ കുറിച്ചതാണ്. നാട്ടിലിറങ്ങുന്ന കാട്ടുപന്നികളെ കൊല്ലാൻ പഞ്ചായത്തുകൾക്ക് അനുമതി നൽകിയിട്ടുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെ കൊല്ലപ്പെടുന്ന കാട്ടുപന്നികളെ വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ്, നേരത്തെ സ്വാമി പറഞ്ഞത്, അങ്ങനെ കൊല്ലപ്പെടുന്ന കാട്ടുപന്നികളെ വെളിച്ചെണ്ണ ഉപയോഗിച്ചാണോ മണ്ണെണ്ണ ഉപയോഗിച്ചാണോ സംസ്കരിക്കുന്നത് എന്ന് പരിശോധിക്കാൻ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ നടക്കേണ്ടതില്ല, സംസ്കാരമൊക്കെ നടന്നോളും എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു മെസ്സേജും മുന്നറിയിപ്പും എല്ലാവർക്കും ഉണ്ട്. അതെ, പ്രത്യേകിച്ച് വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക്, അല്ലേ? പ്രത്യേകിച്ച് പുലിപ്പല്ലൊക്കെ തേടി പോകുന്ന ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ ഉണ്ട്. വലിയൊരു ഔത്സുക്യം ഇതിൽ കാണിക്കേണ്ട, നിങ്ങൾ ചെയ്യേണ്ടത് മാത്രം ചെയ്താൽ മതി, ആളുകളെ ഇതിൻ്റെ പേരിൽ ബുദ്ധിമുട്ടിക്കാൻ ഇറങ്ങിത്തിരിക്കേണ്ട എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത്. ഏതായാലും ഇന്ന് ഈ കാര്യങ്ങളിൽ നടന്നിട്ടുള്ള ഒട്ടേറെ കാര്യങ്ങൾ ഉള്ളതുകൊണ്ടാണ് അതേക്കുറിച്ച് കൂടി കുറച്ച് നമ്മൾ സംസാരിച്ചത്. ഏതായാലും കോൺഗ്രസ് പ്രതിനിധി അത് കൗതുകത്തോടെ കേട്ടിരിക്കും. കാരണം അദ്ദേഹം ഈ പരിപാടിയിലേക്ക് വന്നിരുന്നില്ല, സ്വാഭാവികമായി വരാനും ഇടയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ജനജീവിതവുമായി ബന്ധപ്പെട്ട് നടന്ന കുറേ കാര്യങ്ങൾ അതിൽ പങ്കാളിയായിരുന്ന സ്വാമിയോട് ചോദിച്ച് ചർച്ചയുടെ ഭാഗമായി ഈ ചർച്ചയുടെ ഒരു ഉള്ളടക്കമായി വരട്ടെ എന്ന് കരുതി തുടങ്ങി വെച്ചതാണ്.